നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അധിനിവേശ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിൻ്റെ കണ്ണായ സ്ഥലത്ത്, ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരു സർക്കാർ വിലാസത്തിൽ കലാലയം, അതും ഇസ്ലാമിൻ്റെ ലേബലിൽ. ഇസ്രായേൽ ഭക്തരായ കപട മുസ്ലിമീങ്ങൾക്ക് ആഹ്ലാദിക്കാൻ ഇനി എന്തു വേണം? തഫ്സീർ, ഹദീസ്, അഖീദ, ഫിഖ്ഹ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ, ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവിടെ പഠനം നടത്തപ്പെടുന്നു. പക്ഷേ ഈ സർവകലാശാലയിൽ എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കുകയില്ല. യഹൂദികൾക്കായി ഇത് സ്ഥാപിതമായിരിക്കുന്നു എന്ന് രേഖയിൽ കാണാം. എന്തിനാണ് അവർ ഇസ്ലാമിനെ പഠിക്കുന്നത്? ജീവിതത്തിൽ പകർത്താനോ സത്യം മനസ്സിലാക്കാനോ അല്ല. ഇസ്ലാം എന്ന വെളിച്ചത്തെ ഇല്ലായ്മ ചെയ്യാൻ, ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനാണ് അവർ ഖുർആനും ഹദീസും പഠിക്കുന്നത്. അതിനെ വളച്ചൊടിക്കാൻ, തീവ്രവാദ ചിന്താഗതികൾ ലോകത്ത് ഉണ്ടാക്കി തീർക്കാൻ, എന്നിട്ട് ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിച്ചമക്കാൻ വേണ്ടി. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജൂതരുടെ ഈ കുതന്ത്രത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല പൊളിച്ചടക്കിയിട്ടുണ്ട്. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഈ ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ വഴികേടിലാകും. ഈ ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ സൽപാന്താവിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും. ഉദ്ദേശശുദ്ധിയില്ലാതെ ഖുർആനിനെ ഇകഴ്ത്താൻ വേണ്ടി പഠിക്കാൻ തയ്യാറാകുന്നവർ ഖുർആനിൻ്റെ ശാപം ഏറ്റുവാങ്ങിയവരാണ്. ലല്ലു ഫഅളല്ലു. അവർ സ്വന്തം വഴികെടുകയും മറ്റുള്ളവരെ വഴികേടിലാക്കുകയും ചെയ്യും. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ മദാരിസുകളെയും മക്കാത്തിബുകളെയും മആഹിദുകളെയും അല്ലാഹു സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.